ഇലോൺ മസ്ക് ജർമ്മനിയിലെ വലതുപക്ഷ പാർട്ടിയായ AfD എന്ന പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതായുള്ള ആരോപണം ശക്തമാകുന്നു. എക്സ് എന്ന ലോകത്തിലെ ശക്തമായ സാമൂഹ്യ മാധ്യമത്തിന്റെ ഉടമ കൂടിയാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കോടീശ്വരനായ ഇലോൺ മസ്ക്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും ഇലോൺ മസ്ക് ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ എന്താണ് AfD എന്ന പാർട്ടിയുടെ പ്രത്യേകതകൾ? സ്വന്തം രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കണമെന്ന് വാദിക്കുന്ന പാർട്ടിയാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ RSSുമായി വളരെ സാമ്യം തോന്നുന്ന ഒരു പാർട്ടി കൂടിയാണിത്. അതുപോലെ വിദേശത്ത് നിന്നുള്ള ഇസ്ലാം കുടിയേറ്റത്തെ നശാശികന്ധം എതിർക്കുന്ന പാർട്ടി കൂടിയാണ്. ഇതാണ് ഇവിടുത്തെ മതേതര കോൺഗ്രസ് പോലുള്ള ജർമ്മനിയിലെ ഇടതുപക്ഷ പാർട്ടികളെ വിരളി പിടിപ്പിക്കുന്നത്. ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്നാണ് AfD എന്നതിന്റെ മുഴുവൻ രൂപം. ജർമ്മനിയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തീരെ പ്രാധാന്യം ഇല്ലാതിരുന്ന AfD പെടുന്നനെയാണ് വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ജർമ്മനിയിൽ ഇസ്ലാമിക തീവ്രവാദം പടർന്നു പിടിച്ചത് AfDക്ക് വളമായി മാറുകയും ചെയ്തു. അതോടെയാണ് 2017 തെരഞ്ഞെടുപ്പിൽ 94 സീറ്റുകൾ നേടി AfD 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. 2023 മുതൽ ജർമ്മനിയിലെ രണ്ടാമത്തെ ശക്തമായ പാർട്ടിയായി AfD മാറുകയും ചെയ്തു. ഇലോൺ മസ്ക് അതാത് രാജ്യത്തിന്റെ സംസ്കാരം നശിപ്പിച്ചുകൊണ്ടുള്ള ആഗോളവൽക്കരണത്തിന് എതിരാണ്. അതായത് രാജ്യത്തിന്റെ പൈതൃകവും സാംസ്കാരികത്തിനും കാത്തുസൂക്ഷിച്ചാൽ മാത്രമേ ആ രാജ്യം അഭിവൃദ്ധിപ്പെടൂ എന്ന അഭിപ്രായക്കാരനാണ് ഇലോൺ മസ്ക്. ആലിസ് വേ ഡേ ആണ് ഈ പാർട്ടിയുടെ നേതാവ്. ആണവോർജം വേണ്ടെന്ന് വെച്ചവരാണ് ജർമ്മനിയിലെ മറ്റ് പാർട്ടി നേതാക്കൾ. ഇത് ജർമ്മനിയിലെ ഊർജത്തിന്റെ കാര്യത്തിൽ ദാരിദ്ര്യത്തിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ AfD ന്യൂക്ലിയർ പവർ വേണമെന്ന് വാദിക്കുന്നവരാണ്. AfD എന്ന പാർട്ടിക്ക് മാത്രമേ ജർമ്മനിയെ രക്ഷിക്കാനും ആ രാജ്യത്തെ ലോകത്തെ മികച്ച രാഷ്ട്രമാക്കി മാറ്റാനും കഴിയൂ എന്നും ഇലോൺ മസ്ക് വിശ്വസിക്കുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ ഇപ്പോഴത്തുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഏതെല്ലാം വിധത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ ലോക രാജ്യങ്ങളെയും ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇലോൺ മസ്കിന്റെ പല തീരുമാനങ്ങളും ലോകത്തെ വളരെ നല്ല രീതിയിലോ അല്ലെങ്കിൽ മോശമായ രീതിയിലോ ബാധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു നീക്കുപോക്ക് എങ്ങനെയെല്ലാമാണ് രാജ്യങ്ങളെ നേരിടാൻ പോകേണ്ടി വരും എന്നുള്ളതും കണ്ടു തന്നെ അറിയാം.